രാഷ്ട്രീയ ഡോക്ടറിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് വെച്ചാൽ സിനിമ അത് കലാകാരന്മാരുടെ ഇടയിൽ മതവും രാഷ്ട്രീയവും കുത്തിക്കലർത്തുന്ന ചില ആൾക്കാരെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം ഈ അടുത്ത കാലം വരെ, അതായത് കഴിഞ്ഞ ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് വരെ ഇവിടെ നമുക്കിഷ്ടപ്പെട്ട കലാകാരന്മാരെ അല്ലെങ്കിൽ മനുഷ്യരെ നമ്മൾ സ്നേഹിച്ചിരുന്നത് എപ്പോഴും അവരും നമ്മളും തമ്മിലുള്ള ഒരു സ്നേഹത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ അവരുടെ ഒരു കലയുടെ, അതായത് അവരൊരു സിനിമാ നടനായിക്കോട്ടെ അല്ലെങ്കിൽ ഒരു സ്പോർട്സ് താരമായിക്കോട്ടെ, അവരെന്ത് തന്നെ ആയാലും അവരെ ഏത് മേഖലയിലാണോ പ്രവർത്തിക്കുന്നത് ആ മേഖലകളുടെ അവരുടെ ഒരു മികവിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് നമുക്ക് എപ്പോഴും ഇഷ്ടം ഉണ്ടാകുക എന്ന് പറഞ്ഞത്. പക്ഷേ ഇന്നത്തെ കാലത്ത് നിർഭാഗ്യവശാൽ അതൊക്കെ മറിയുന്ന ഒരു അവസ്ഥയെ കാണുന്നത്. അതായത് പലരും ഇപ്പം ഒരു വ്യക്തിയുടെ മതം നോക്കിയിട്ട് അല്ലെങ്കിൽ രാഷ്ട്രീയം നോക്കിയിട്ടൊക്കെയാണ് അവരെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ അത് ഏറ്റവും വേദനാജനകമായിട്ടുള്ള ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കാര്യം ഇപ്പം എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാനൊന്ന് സംസാരിക്കുന്ന സമയത്ത്, സുഹൃത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെട്ടു. ഒരുപക്ഷെ ചിലപ്പോൾ അദ്ദേഹം ഈ വീഡിയോ കാണുന്നുണ്ടാവും. പക്ഷേ കാണുന്നുണ്ടാവുമ്പോഴും ഞാൻ ഈ പറഞ്ഞ കണക്ക് ഒരു എതിരഭിപ്രായമായിട്ടല്ല, ഞാൻ എൻ്റെ അഭിപ്രായങ്ങളൊക്കെ അപ്പം തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്നാലും ഞാൻ അതൊന്ന് വിശദമാക്കുന്നതേ ഉള്ളൂ എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്നുള്ളത്. കാര്യം ഞാൻ ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞ കണക്ക് ലാലേട്ടനെ ആരെങ്കിലും വിമർശിക്കുന്നുണ്ടെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മമ്മൂക്കയുടെ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ആൾക്കാരാണ് എന്നുള്ള രീതിയിലൊക്കെ ചിലരും വിചാരിക്കുന്നുണ്ട്. അതുപോലെ തിരിച്ചും മമ്മൂക്കയെ ആരെങ്കിലും വിമർശിക്കുന്നത് ലാലേട്ടൻ്റെ മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണെന്നൊക്കെ ആളുകളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. അങ്ങനെയൊന്നുമല്ല. ഇപ്പം നമ്മളിപ്പം ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു കമൻറ്റ് നോക്കുന്ന സമയത്ത് ഇപ്പം മമ്മൂക്കയുടെ മതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പേരിലുള്ള യഥാർത്ഥ പ്രൊഫൈൽ പിക്ചർ വെച്ചിരിക്കുന്ന എത്രയോ ആൾക്കാർ മമ്മൂക്കയെ വിമർശിക്കുന്നത്. അതുപോലെ ലാലേട്ടൻ്റെ മതം ഏതാണെന്ന് വെച്ചാൽ അതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പേരിൽ പ്രൊഫൈൽ പിക്ചർ വ്യക്തമായിട്ടുള്ള എത്രയോ ആൾക്കാർ ലാലേട്ടനെ വിമർശിക്കുന്നത്. ഇപ്പം ഞാൻ ആദ്യം തന്നെ ഞാൻ പറയാം, ഞാൻ മമ്മൂക്കയുടെ മതമല്ല, ഞാൻ ലാലേട്ടൻ്റെ മതത്തിൽപ്പെട്ട ഒരാളാണ്. പക്ഷേ എന്നും പറഞ്ഞുകൊണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം മമ്മൂക്കയെ തന്നെയാണെന്ന് എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ ചാനൽ കാണുന്ന എല്ലാവർക്കും അറിയാം. എനിക്കത് തുറന്നു പറയാൻ മടിയൊന്നുമില്ല. ഞാനൊരു മമ്മൂക്കയുടെ ഒരു കടുത്ത ആരാധകൻ തന്നെയാണ്, അതിനകത്ത് യാതൊരുവിധ സംശയവുമില്ല. പക്ഷേ എന്നിരുന്നാലും നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം ഏറ്റവും എനിക്ക് കൂടുതൽ സിനിമാ നടൻ എന്നുള്ള രീതിയിൽ മമ്മൂക്ക ഇഷ്ടപ്പെടുമ്പം ഒരു ഗായകൻ എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് യേശുദാസിനെയാണ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് മതവും ജാതിയും ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ ഈ മമ്മൂക്കയും ലാലേട്ടനെയും അതുപോലുള്ള ആൾക്കാരെയൊക്കെ സ്നേഹിക്കുന്നതും ഇഷ്ടപ്പെടുന്നതും അല്ലെങ്കിൽ ആരാധിക്കുന്നതെന്നും പറയാം. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നു ഒരു 2021 OTTയിൽ പുഴു എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ടുള്ള ഹിന്ദു മതത്തിൽപ്പെട്ട ആർക്കും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. ഇപ്പം നിർമാല്യം എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്ലൈമാക്സിനോട് എടുക്കുമ്പോഴുള്ള കാര്യങ്ങൾ കണ്ടിട്ടുള്ള ആളുകൾക്ക് ഒന്നും തോന്നിയില്ല. അതുപോലെ ഇപ്പോൾ കിളിച്ചുണ്ടൻ മാമ്പഴം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് ചിലരെക്കുറിച്ചൊക്കെ പറയുന്നത് കണ്ടിട്ട് ആർക്കും ഇവിടെ ഒന്നും തോന്നിയില്ല. അപ്പോൾ ഇതൊന്നും ആർക്കും ഒന്നും തോന്നിയിട്ടില്ല. ഇതൊക്കെ ഒരു സിനിമയുടെ രീതിയിലെടുത്ത്. പക്ഷേ പുഴു എന്ന് പറയുന്ന സിനിമയുടെ റിലീസിന് ഒരു 2 വർഷങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ കുടുംബ പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മമ്മൂക്ക ആർക്കോ നിയമസഹായം വാഗ്ദാനം ചെയ്ത് അല്ലെങ്കിൽ നിയമസഹായം കിട്ടത്തക്ക രീതിയിൽ എന്തോ സഹായിച്ചെന്ന് പറഞ്ഞിട്ട് മമ്മൂക്കയെക്കുറിച്ച് എന്തൊക്കെയോ സംസാരിക്കാനുണ്ടെന്ന്, മമ്മൂക്ക വീണ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ലെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു സ്വകാര്യ ചാനലിനകത്ത് ഓരോ മണിക്കൂർ വീതം 3 എപ്പിസോഡുകളായിട്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പറഞ്ഞു. പിന്നീട് മറ്റൊരു സ്വകാര്യ ചാനലിൽ ഇരുന്ന ആ വ്യക്തി ഒരു പുസ്തകം മമ്മൂക്കയെക്കുറിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ആ പുസ്തകം ഇപ്പം തീർന്നാൽ ഉടനെ പ്രകാശനം ചെയ്യും മമ്മൂക്കയെ വിമർശിച്ചുകൊണ്ടുള്ള രീതിയിൽ എന്നൊക്കെ പറയുന്നത് കേട്ട്. അപ്പം ഞാൻ ഇതിപ്പം എൻ്റെ സുഹൃത്ത് എന്നോട് പറഞ്ഞപ്പം ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്, ഈ പുഴു എന്ന് പറയുന്ന സിനിമ കണ്ടപ്പം ശരിക്കും പറഞ്ഞാൽ ഞാൻ ചോദിച്ചു, അന്ന് നമുക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും തോന്നിയോ? ഇല്ല, ആർക്കും ഒന്നും തോന്നിയില്ല. അപ്പോൾ പറയുന്നത് ഇയാൾ വിളിച്ചു പറയുമ്പോൾ അയാൾക്ക് ആ ഒരു മോട്ടീവ് ഉണ്ടായിരുന്നു. അയാളുടെ മോട്ടീവ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉദ്ദേശം അല്ലെങ്കിൽ ലക്ഷ്യം എന്ന് പറയുന്നത് പുള്ളി ആദ്യം തന്നെ പറഞ്ഞു. അതായത് ഈ കുടുംബ പ്രശ്നത്തിനകത്ത് മമ്മൂക്ക അവരെ സഹായിക്കാൻ വേണ്ടി ഇടപെട്ടതിൻ്റെ ഒരു ദേഷ്യം എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ഇതിനെ തുറന്നു പറയുമ്പോൾ മമ്മൂക്കയ്ക്ക് ഒരു തിരിച്ചുവരവ് ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ എന്നൊക്കെ പറഞ്ഞൊരു വ്യക്തമായൊരു മോട്ടീവിൻ്റെ പുറത്താണ് അയാളത് സംസാരിച്ചത്. അപ്പോൾ അയാൾ തന്നെ ആ ഉദ്ദേശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അയാളുടെ ഉദ്ദേശ ശുദ്ധി എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. യാതൊരുവിധ ശുദ്ധിയും ഇല്ലാത്ത രീതിയിലുള്ളൊരു ഉദ്ദേശമാണ് അയാൾക്കെന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. പക്ഷേ അതൊക്കെ പലരും കണ്ണുടച്ച് വിട്ടിട്ട് ഒരാൾ പറഞ്ഞപ്പം അത് ആരാണ്, പ്രത്യേകിച്ച് മമ്മൂക്കയുടെ മതത്തിൽപ്പെട്ട ഒരാൾ കൂടി ആവുമ്പോഴത്തേക്ക് അതിനൊരു വലിയ സംഭവമുണ്ട് എന്ന് വിചാരിച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് റിലീസ് ചെയ്ത് അല്ലെങ്കിൽ OTT വന്ന ഒരു സിനിമയെ എടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് കീറി മുറിച്ച് പറയുകയായിരുന്നു പലരും ചിന്തിക്കാറുണ്ട്. അപ്പം അതിനുശേഷം മമ്മൂക്കയെ സോഷ്യൽ മീഡിയയിൽ വിശേഷിപ്പിക്കുന്ന പദങ്ങൾ എന്തൊക്കെയാണെന്ന് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വളരെയേറെ വേദനയുണ്ട്. അത് ഞാൻ പല പ്രാവശ്യം എൻ്റെ വേദന ഞാൻ പ്രകടിപ്പിച്ചിട്ടുമുണ്ട്. ഇതുപോലെ തിരിച്ച് ലാലേട്ടൻ്റെ ക്ഷേത്ര ദർശനങ്ങൾ, മമ്മൂക്കയുടെ പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നത്, ഇതിനെയൊക്കെ വിമർശിക്കുന്ന ആൾക്കാരുണ്ട്.
ഞാൻ എപ്പോഴും പറയുന്ന രീതിയിൽ ഒരു കാര്യം വെച്ചാൽ നമ്മുടെ ഇഷ്ടവും അനിഷ്ടവും അത് സിനിമയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുക. സിനിമയിൽ അവരുടെ ഒരു ലുക്കിലോ അല്ലെങ്കിൽ അവരുടെ അഭിനയത്തിലോ അല്ലെങ്കിൽ അവർ തിരഞ്ഞെടുക്കുന്ന സിനിമകളുടെ പ്രശ്നത്തിനകത്തോ ഒക്കെയാണ്. ഇനി അതല്ല, അവരുടെ പൊതുവായിട്ടുള്ള ജീവിതത്തിൽ അവരൊരു സെലിബ്രിറ്റി എന്നുള്ള രീതിയിൽ അവരെ നമുക്ക് വിമർശിക്കാം, അവരുടെ ചില പ്രവൃത്തികളെ. പക്ഷെ നമ്മൾ പരിഹസിക്കരുത്. അത് മമ്മൂക്കയായാലും ലാലേട്ടനായാലും അവരുടെ വ്യക്തി ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതിനകത്ത് ഒന്നിനും നമ്മൾ പരിഹസിക്കരുത്. ഞാൻ വീണ്ടും ഒരു കാര്യം കൂടെ പറയുന്നത്, ഇപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം ഞാൻ കേട്ടിട്ടുണ്ട്, ആറ്റുകാൽ ക്ഷേത്രത്തിനകത്ത് ഒരു ദീപം തെളിച്ച് ഉദ്ഘാടനം എന്തോ ചെയ്യുന്ന ഒരു ചടങ്ങിൽ മമ്മൂക്ക പ്രതിഫലം ഒന്നും വാങ്ങിക്കാതെ വന്നപ്പം ഇന്നത്തെ യുവനിരയിലെ ഈ പറഞ്ഞ ആറ്റുകാലുമായിട്ട് അടുത്ത് ബന്ധമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ഒരാൾ പിന്നീട് വന്നപ്പം അയാൾ പ്രതിഫലം വാങ്ങിച്ചിട്ടാണ് അവിടെ ദീപം തെളിയിച്ചെന്നുള്ള വാർത്തകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പം മമ്മൂക്കയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജാതിയും മതവും ഒന്നുമില്ല. അവരെനിക്ക് തോന്നുന്നു മനസ്സിൽ പോലും ചിലപ്പോൾ അതൊന്നും ചിന്തിക്കുന്നുണ്ടാവത്തില്ല. അവരെ ഇത്രയും കാലം ഇഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ ഒരു തലമുറ അല്ലെങ്കിൽ നമുക്കൊക്കെ ശേഷം വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു അത്തരത്തിലുള്ള ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല നമ്മൾ സിനിമ കണ്ടതും ഇഷ്ടപ്പെടുന്നതുമെല്ലാം ഇന്നും. പക്ഷേ എവിടെയോ കുറേ ആളുകൾ വിചാരിച്ചപ്പം കുറേ ആൾക്കാരെ മാനസികമായിട്ട് വഴിതെറ്റിച്ച് വിടാൻ പറ്റി. അതായത് മമ്മൂക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന മതത്തിൻ്റെ ആളും, ലാലേട്ടൻ എന്ന് പറഞ്ഞാൽ ഇന്ന മതത്തിൻ്റെ ആളും, ആ മതം നമുക്ക് ഇന്ന ദോഷം, ഈ മതം അവർക്ക് ഇന്ന ദോഷം എന്നൊക്കെയുള്ള രീതിയിൽ ഒരു പ്രചരണം നടത്താനും അത് അവരുടെ ചില രാഷ്ട്രീയ പാർട്ടികളുടെയും ചില വ്യക്തികളുടെയൊക്കെ വ്യക്തി താല്പര്യത്തിനും അല്ലെങ്കിൽ രാഷ്ട്രീയ ലാഭത്തിനും വേണ്ടിയിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ പലരിലേക്ക് ഇഞ്ചക്ട് ചെയ്തപ്പം അത് പലരുടെയും തലയിൽ ഉറച്ചുപോയി. കാര്യം ഇപ്പം ഞാൻ സുഹൃത്തുമായിട്ട് സംസാരിച്ചപ്പം അദ്ദേഹം ഒരുപാട് കാര്യങ്ങളിലോട്ട് പോയപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ച ഒരു ചോദ്യമുണ്ട്. നമ്മളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയ വിഷയം എന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ലാലേട്ടനുമാണ്. മമ്മൂക്കയുടെ ലാലേട്ടൻ്റെ കാര്യമാണ് നമ്മൾ പറയുന്നത്. പിന്നെ ഈ പറഞ്ഞ കണക്ക് മമ്മൂക്കയുടെ മതവുമായിട്ടോ അല്ലെങ്കിൽ ലാലേട്ടൻ്റെ മതവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആൾക്കാരുടെ കാര്യം നമ്മൾ എന്തിനാണ് ഇവിടെ പറയുന്നത്? അതിനകത്ത് ഈ പറഞ്ഞ കണക്ക് നല്ല ആൾക്കാരും ഉണ്ട്, മോശമായിട്ടുള്ള ആൾക്കാരും ഉണ്ട്, എല്ലാ മതത്തിനകത്തും ഉണ്ട് അല്ലേ? കാര്യം ലോകത്തിലുള്ള ആളുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള പല രീതിയിലുള്ള നമുക്ക് അംഗീകരിക്കാത്ത സ്വഭാവമുള്ളവരും അംഗീകരിക്കാൻ സാധിക്കാത്ത സ്വഭാവമുള്ളവരും ഉണ്ട്. അതിപ്പോൾ ഇന്ന ജാതിയെന്നോ ഇന്ന മതമെന്നോ ഒന്നുമില്ല, എല്ലാത്തിലും ഉണ്ട് ഇത്തരത്തിലുള്ള ആൾക്കാർ. അപ്പം കാര്യം അത്തരത്തിലുള്ള ഒരു ചിന്താഗതി വെച്ചിട്ടായിരിക്കാം ഒരു പക്ഷേ അദ്ദേഹം സംസാരിക്കുന്നത് പോലും. അപ്പം അതിനകത്ത് മമ്മൂക്കെ അല്ലെങ്കിൽ ഇതിനകത്ത് ലാലേട്ടനെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്ന ആൾക്കാരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ ഈ ജാതി മതം ഒക്കെ കളയുക. കാര്യം നമുക്ക് മമ്മൂക്ക ഇഷ്ടപ്പെടാം, ലാലേട്ടനെ ഇഷ്ടപ്പെടാം, ദാസേട്ടനെ ഇഷ്ടപ്പെടാം, അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാം നമുക്ക് ഇഷ്ടപ്പെടാം. ഇപ്പോൾ സച്ചിൻ ടെണ്ടുൽക്കറിനെ ഇഷ്ടപ്പെടാം, വിരാട് കോഹ്ലി ഇഷ്ടപ്പെടാം, എല്ലാ മേഖലകളിൽ നിൽക്കുന്ന ഇപ്പോൾ നമുക്ക് വി ഡി സതീഷിനെ ഇഷ്ടപ്പെടാം, ഉമ്മൻചാണ്ടിയെ ഇഷ്ടപ്പെടാം, ഇ കെ നായനാരെ ഇഷ്ടപ്പെടാം, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് പാണക്കാട് തങ്ങളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ആൾക്കാർ നമ്മുടെ രാജ്യത്ത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് ജാതിയോ മതമോ വർഗമോ ഒന്നും നോക്കിയിട്ടല്ല. അപ്പം നമുക്ക് അതിൻ്റെ ഒരു രീതിക്ക് വിടാം. രാഷ്ട്രീയമോ സിനിമയോ അല്ലെങ്കിൽ മതമോ ഒന്നും ദയവ് ചെയ്ത്, പ്രത്യേകിച്ച് കലാകാരന്മാരുടെ കാര്യത്തിനകത്ത്, ഞാൻ അതുകൂടെ പറഞ്ഞ അവസരം, ഈ കലാകാരന്മാരുടെ കാര്യത്തിനകത്ത് കൊണ്ടുവന്ന് കുത്തിത്തിരികി വെറുതെ അനാവശ്യമായിട്ടുള്ള ചിന്തകൾ ആരുടെയും മനസ്സിലേക്ക് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കരുത്. അത്രമാത്രം.